നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. IT മേഖലയിൽ ജോലി ചെയ്യുന്നവരും ജോലി ആഗ്രഹിക്കുന്നവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സുപ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് തൊഴിൽ വിപണിയും മാറുകയാണ്. എന്നാൽ 25 വർഷത്തെ നീണ്ട പ്രവൃത്തി പരിചയമുള്ള ഒരു സീനിയർ ടെക്കിക്ക് പോലും ഇന്നൊരു ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റിക്രൂട്ട്മെന്റിനായി ഉപയോഗിക്കുന്ന ATS സോഫ്റ്റ്വെയറുകളും എങ്ങനെയാണ് പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ പോലും മാറ്റി നിർത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ആൻഡ്രൂ എന്ന സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച തന്റെ അനുഭവമാണ് ഇപ്പോൾ ടെക് ലോകത്ത് വലിയ ചർച്ചയാകുന്നത്. 2000-ലധികം ജോലികൾക്ക് അപേക്ഷിച്ചിട്ടും ഒരിടത്തു നിന്നും മറുപടി ലഭിക്കാത്ത ഒരു ടെക്കിയുടെ ദയനീയ അവസ്ഥയാണ് അദ്ദേഹം റെഡിറ്റ് വഴി എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ പോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ്രൂ തുടക്കക്കാരനായ എഞ്ചിനീയർ അല്ല. 25 വർഷത്തെ നീണ്ട കരിയർ അദ്ദേഹത്തിനുണ്ട്. നിരവധി കമ്പനികളിൽ മികച്ച രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. മികച്ച കോഡിംഗ് സ്കില്ല് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി അദ്ദേഹം അയച്ചത് 2000-ലധികം അപേക്ഷകളാണ്. എന്നാൽ ഈ അപേക്ഷകൾക്കൊന്നും തന്നെ മറുപടി ലഭിച്ചില്ല. ഈ ജോലി അന്വേഷണ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം റെഡിറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതെന്താണെന്ന് നോക്കാം. എന്റെ 25 വർഷത്തെ അനുഭവം ഒരു വിലയില്ലാത്തതായി മാറിയിരിക്കുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി തീർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത്. 100-ലധികം ഹിയറിംഗ് മാനേജർക്ക് നേരിട്ട് മെസ്സേജുകൾ അയച്ചു. ഒരാൾ പോലും മറുപടി നൽകിയില്ല. എന്റെ റെസ്യൂമയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് നിഷേധിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉത്തരങ്ങൾ തേടി പല മാനേജർക്കും പലതവണ മെയിൽ അയച്ചെങ്കിലും അവർ പ്രതികരിച്ചില്ല എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ എഴുതിയത്. എന്തുകൊണ്ടാണ് ഇത്രയധികം അനുഭവ സമ്പത്തുള്ള ഒരാളുടെ റെസ്യൂമെ നിരസിക്കപ്പെട്ടത്? ആൻഡ്രൂ തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തി. അദ്ദേഹം ചില പ്രമുഖ ATS പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചു. കമ്പനികൾ അപേക്ഷകരുടെ റെസ്യൂമെ ആദ്യഘട്ടത്തിൽ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ATS. ഇവിടെയാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തിയത്. ഈ സിസ്റ്റങ്ങളിലെ അൽഗോരിതങ്ങൾ ചില പ്രത്യേക വാക്കുകളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ തന്റെ റെസ്യൂമെയിൽ ഫൗണ്ടർ അല്ലെങ്കിൽ ഫ്രീലാൻസർ എന്ന് എഴുതിയാൽ ഈ സോഫ്റ്റ്വെയർ അതിനെ സ്ഥിരതയില്ലാത്ത ജോലി അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് 10 വർഷം വിജയകരമായി ഒരു ബിസിനസ് നടത്തിയ ഒരാളെ പോലും ഈ സിസ്റ്റം ഒരു തുടക്കക്കാരനെ പോലെ അല്ലെങ്കിൽ ജോലിക്ക് അനുയോജ്യനല്ലാത്ത ഒരാളെ പോലെ ചിത്രീകരിക്കുന്നു. മുമ്പ് മനുഷ്യർ റെസ്യൂമുകൾ നേരിട്ട് കണ്ടിരുന്നപ്പോൾ അനുഭവ സമ്പത്തിന് മുൻഗണന നൽകിയിരുന്നു. എന്നാൽ ഇന്ന് AI സിസ്റ്റങ്ങൾ കീവേഡുകൾക്ക് പിന്നാലെയാണ്. റെസ്യൂമയിലെ ഫോർമാറ്റിലോ ഫോണ്ടിലോ മാറ്റമുണ്ടെങ്കിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളെ തെരഞ്ഞെടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രശ്നം ആൻഡ്രൂവിന്റേത് മാത്രമല്ല. IT മേഖലയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടക്കുന്ന കൂട്ടപ്പിരിച്ചുവിടലുകൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ ഒഴിവിലേക്കും ആയിരക്കണക്കിന് അപേക്ഷകളാണ് വരുന്നത്. ഓരോന്നും നേരിട്ട് നോക്കാൻ കമ്പനികൾക്ക് സമയമില്ല. അതുകൊണ്ടാണ് അവർ AIയെ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. ഇതിന്റെ മറ്റൊരു ദോഷവശം എന്തെന്നാൽ യഥാർത്ഥ കഴിവുള്ളവരെക്കാൾ ഉപരിയായി എങ്ങനെയെങ്കിലും സിസ്റ്റത്തെ പറ്റിക്കാമെന്ന് അറിയാവുന്നവർക്ക് ജോലി ലഭിക്കുന്നു. റെസ്യൂമെയിൽ സിസ്റ്റത്തിന് ഇഷ്ടപ്പെടുന്ന കീവേഡുകൾ കുത്തിനിറയ്ക്കുന്നവർക്ക് ഇന്റർവ്യൂ കോളുകൾ ലഭിക്കുമ്പോൾ യഥാർത്ഥ അനുഭവ സമ്പത്തുള്ളവർ പുറത്താകുന്നു. മനുഷ്യർക്ക് വേണ്ടിയല്ല, മറിച്ച് മെഷീനുകൾക്ക് വേണ്ടിയാണ് ഇന്ന് റെസ്യൂമുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് ആൻഡ്രൂ പറയുന്നത്. തന്റെ ജീവിത രീതിയും കുടുംബത്തെയും ഈ സാഹചര്യം ബാധിക്കുമെന്ന് ആൻഡ്രൂ ഭയപ്പെടുന്നു. മറ്റൊരു ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയർ മാറ്റാനോ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് കഴിയില്ല. എനിക്ക് സോഫ്റ്റ്വെയറുകളെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ മാത്രം അവസ്ഥയല്ല, പല സീനിയർ ടെക്കുകളുടെയും അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട പ്രായത്തിന് മുന്നേ തന്നെ ജോലിയില്ലാത്തവനായി വീട്ടിലിരിക്കേണ്ടി വരുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. AI നമ്മുടെ ജോലി എളുപ്പമാക്കും എന്നാണ് കരുതുന്നത്. എന്നാൽ അത് അനുഭവ സമ്പത്തുള്ളവരെ പോലും വഴിമുട്ടിക്കുന്നു എന്ന വാർത്ത ടെക് ലോകത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത് എന്ന് ആൻഡ്രൂ പറഞ്ഞു. ആൻഡ്രൂവിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇത് കേവലം ഒരാളുടെ കഥയല്ല, മറിച്ച് ഭാവിയിൽ നമ്മൾ ഓരോരുത്തരും നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധിയുടെ സൂചനയാണ് എന്ന് പലരും ഇതിന് കമന്റ് ചെയ്തിട്ടുണ്ട്.